ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കിടക്കും കണ്ടു. അല്ല, ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ഞാനിത് ഈ പരിപാടി നിർത്തി സിനിമ അങ്ങനത്തെ ഒരു ബേസിൽ പോണത്. എന്നാലും സ്റ്റേജിൽ ഞാൻ ഇനോഗ്രേഷൻ പരിപാടിക്ക് ചെല്ലുമ്പോൾ രണ്ടെണ്ണം എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പൊ ഞാനിത് പോളിഷ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, പഴയ കാലത്ത് അനുകരണമാണ് ചെയ്യുന്നത്. കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. നീ എന്തിനാ എന്റെ ഇടയിലേക്ക് കെട്ടിക്കയറേ? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ചെയ്തില്ലെങ്കിൽ അവന് ജാടയെന്ന് പറയും. ചെയ്ത് കഴിയുമ്പോൾ പറയും എഡിറ്റ് ചെയ്തിട്ട് സുരേഷ് ചേട്ടനെ ട്രോളി, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇത് ടിനി ടോം തന്നെയാണല്ലോ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താണെന്നറിയോ, സിനിമയിൽ വരുമ്പോൾ നമ്മൾ ആരെ അനുകരിക്കരുത്, ടിനി ടോം തന്നെ ആവണം. അപ്പോൾ അതെനിക്ക് ഗുണമാണ്. ഇയാൾ എന്തൊക്കെ കാണിച്ചാലും ടിനി ടോം ആയിരിക്കും എന്ന് പറയുമ്പോൾ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ആ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഒരു സിനിമയിൽ ഞാൻ ആരെ അനുകരിച്ചെന്ന് പറയൂല. അതിനോടൊപ്പം സ്റ്റേജിൽ കയറുമ്പോൾ അനുകരിക്കുന്നത് അത് ആളെയാണ് അനുകരിച്ചതെന്നും പറയുന്നില്ല. എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല. നിനക്ക് വേറെ എന്തല്ല ഒരു പണി ചെയ്യാനും അറിയില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പറയും ഞാൻ ലാലേട്ടനെ അനുകരിക്കാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ വേണം, ലാലേട്ടൻ വേണം. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഞാൻ ആദ്യം പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് ഞാൻ ശബ്ദം അനുകരിക്കാറില്ല, രൂപ അത്. പക്ഷെ ലാലേട്ടനെ കാണുന്നവർക്ക് ഞാൻ തിരിഞ്ഞപ്പോ ഭയങ്കര കയ്യടിയായിരുന്നു. എടാ, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? പിന്നെ വിശ്വസിക്കാണ്ട് എല്ലാവരും വിശ്വസിക്കും. പിന്നെ ഈ ഓൺലൈനിൽ വന്നപ്പോ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ, പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ദൈവമേ, അപ്പൊ തല്ല് കിട്ടിയതാ? വീണതൊന്നും അല്ലല്ലേ? വീണ് ഞാൻ എല്ലാവരുടെ കാലയിൽ വീണ്. അതോടെ അടി നിർത്തി. പിന്നെ ചവിട്ടു തുടങ്ങി. ഇപ്പോഴും ഈ ട്രോള് കണ്ടിട്ട് എന്നെ വിദേശ രാജ്യത്തോട്ട് വിളിക്കുന്നു. എന്നിട്ട് അത് ചെയ്യണോട്ടാന്ന് പറയുന്നത് സത്യമായിട്ടത്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്.